23 റോസേ, എന്തായി നിന്റെ കുളി? ആ, പെട്ടെന്ന് ആയിക്കോട്ടെ. യെസ്, കം ഇൻ. ആ, എന്തോ നട തോമാച്ച, നീ ഒരു മാപ്പിള ആയതുകൊണ്ട് ഞാൻ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ. നിനക്ക് ഒലക്കറിയാം. ഡേ, നീ ഇത് കണ്ട, വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങിയ വരയാ. എന്തിലേലും ഒന്ന് ശക്തിയായി പിടിക്കണമെങ്കിലേ 2 അടിക്കാതെ ഒരു രക്ഷയില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തോന്നിലിട്ട് പിടിയേ. നീ എന്തേലും പറഞ്ഞായിരുന്നു? രാത്രി അച്ഛാ നല്ല കീറായിരുന്നല്ലോ എന്ന് പറയായിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറെ വൈകിപ്പോയി. എന്താ ചെയ്യ? എനിക്കെപ്പോഴേ തോന്നി. എന്തോന്ന്? അച്ഛാ ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിന്ന്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം സ്ലിപ്പായി. നീ അവിടെ ഇവിടെയും പറഞ്ഞത് കൊളാക്കരുത് കേട്ടോ. അത് പിന്നെ ഞാൻ പറയൂ, ആളെവിടുത്തെ കാര്യ? ആ, അത് നീ അറിയണ്ട. വേറൊന്നും കൊണ്ടല്ല, അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാ നീയൊക്കെ. റോസിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ഞാൻ അറിയാതെ അവളിവിടെ വന്നു പോകുന്നു എനിക്കറിയാം. എന്നെ കുറിച്ച് അച്ഛൻ എങ്ങനെയാണോ കരുതിയത്? കൈയെടുക്കേ. എന്താണെന്ന് അറിയില്ല, ഈ വേഷം ഇട്ട് ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ തോന്നൂ. തൽക്കാലം നീ പോയി എന്തെങ്കിലും പെട്ടെന്നൊന്ന് എടുത്തോണ്ട് വാ. റോസിയ ഇങ്ങോട്ട് ഇറങ്ങല്ലേ. കുളി കഴിഞ്ഞ അവൾ പിറന്നപടി ഇറങ്ങി വരും. അത് കൊള്ളാലോ. നീ പോയിട്ടൊന്ന് എടുത്തോണ്ട് പോവാ പെട്ടെന്ന്. എവിടെ പോവാ? ആപ്പിൾ അല്ല, തേങ്ങക്കൊല. പെട്ടെന്ന് പോടാ. കുളി കഴിഞ്ഞ അവൾ പിറന്നപടി ഇറങ്ങി വരും. ഒന്ന് കേറിയാലോ? എന്ത് പറഞ്ഞ് കേറും? സോഡ വേണോ ചോദിക്കാൻ? സോഡ വേണ്ട. വേണ്ടേ? ഇങ്ങനെ ഒരു ബിസിനസ്സിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെന്താ, ഗോവയിലെ പാട്ടും കൂത്തൊക്കെ നിർത്തി ഇവനിങ്ങ് നാട്ടിലെത്തും എന്നറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്ന് കൂട്ടിക്കോളും. മാത്തച്ഛന് ഇവനെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാ, എൻ്റെ സഹോദരിയുടെ മോനാ, എന്ന് വെച്ചാൽ മരുമകൻ. അധികം താമസിക്കാതെ എൻ്റെ മകളുടെ കഴുത്തിലൊരു താലി കെട്ടിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. എന്റെ അഭിപ്രായത്തിൽ സമ്പത്ത് പറഞ്ഞ നല്ലൊരു തീരുമാനമാണ്. ഇപ്പം ബീച്ച് ടൂറിസത്തിന് നല്ല സ്കോപ്പാ. ഇതിപ്പോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ. ഒരു ചെറിയ കളർ ഷാപ്പിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു വാക്ക് വ്യത്യാസമോ നെറികേടോ ഞാൻ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സൽപ്പേര് എനിക്കുണ്ട്. ഇനി മുതൽ അങ്ങോട്ടും ആ സൽപ്പേര് തന്നെയായിരിക്കും എൻ്റെ മരുമകനും. പുതിയ ആളാണല്ലേ? അതെ സർ. എന്താ തൻ്റെ പേര്? അപ്പു. സാരമില്ല, ഇങ്ങനെയാ ശീലിക്കണത്. സാറിന് വേറെ എന്തെങ്കിലും വേണോ? പറയാം, അല്പം കഴിയട്ടെ. ഓക്കെ സർ. നല്ല പയ്യനല്ലേ? പോയടാ, അവൾ എന്നെ വിട്ടിട്ട് പോയടാ. ചേട്ടാ, പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ. പെണ്ണ് വരും പോവും. നമ്മുടെ യാക്കൂബ് അച്ചാൻ്റെ കാര്യം തന്നെ എടുക്ക്. എത്ര പെണ്ണുങ്ങളാ കയറി ഇറങ്ങി പോണത്. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് സ്നേഹിച്ചേനെ. ലാർജ് ആണോ സ്മോൾ ആണോ? സ്മോള്. ഒരു സ്മാൾ. എന്താ യാക്കൂബ് അച്ചായൻ? 4 മണിക്കേ വിറയിൽ തുടങ്ങിയെന്ന്. കയ്യിലിരിപ്പ് അതുപോലെയല്ലേ? അപ്പം എന്തായാലും വിറയ്ക്കും. മാറ, ഞാൻ പോട്ടെ. എടുകട്ടെന്ന് വേദനിച്ചിട്ടാ. നീ അവരെ പരിചയപ്പെട്ടോ? എവിടുന്ന്? ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, പിന്നെയാണ് പരിചയപ്പെടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നിന്നെ കൊണ്ടൊരു കാര്യവും നടക്കില്ല. ഇടിച്ചു കയറി പരിചയപ്പെടണ്ടേ? എവിടെ? ബാത്റൂമില്ല. എന്നാ പാടാ അവിടെ. ബാത്റൂമിലോ? അപ്പോഴത്തെ ആങ്സൈറ്റിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ സാർ. ഐ എം സോറി സാർ. കൂടിയടാ. ഡ്യൂട്ടി ടൈമിൽ ഞാൻ കഴിക്കാറില്ല സാർ. കുടിക്കടാ. കഴിക്കില്ല സാർ. താങ്ക് യു സാർ. നീ എന്താ ഇത്ര ആലോചിക്കുന്നേ? അച്ചായൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. എന്തെങ്കിലും ഒന്ന് നടത്തിത്തരാൻ ഇതുവരെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ?
അതെന്റെ കുറ്റം കൊണ്ടാണോ? എടാ സമയവും സന്ദർഭം ഒത്തുവരണ്ടേ? ആ ഇത് രണ്ടും ഒത്തു വരുമ്പോൾ എന്നെ തെക്കോട്ട് എടുത്തിട്ടുണ്ടാവും. എടിയ പുള്ളി കാലി ചുറ്റി. വേറെ എവിടെയും ചുറ്റാഞ്ഞ ഭാഗ്യം. നടിയാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും തോന്നിയില്ലല്ലോ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാ, അച്ഛൻ ധൈര്യമായിട്ട് മുട്ടിക്കോ. അവളെയോ? അവളെ ആ മാനേജർ മുട്ടച്ചായ ചെല്ല്. അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചെല്ലങ്ങോട്ട്. ഒരു മിനിറ്റ്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല സാർ, എടുക്കാം. ഓക്കെ സാർ. ശ്രീനിയെ എന്തൊക്കെയുണ്ട്? ആ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അതല്ല. എല്ലാം ഉണ്ട്, പക്ഷേ കാര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കാര്യമില്ലെന്ന്. എടോ മാപ്പിളെ, കാലം കുറയല്ലേ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായി വരുന്നു. നന്നായി മനസ്സിലാക്കി തരാം, പക്ഷേ നാലാൾ അറിയും. എന്താ വേണോ? വേണ്ട. ഗീതമോളെ ആകെ മെലിഞ്ഞു പോയല്ലോ. ചായോ ചെന്നാട്ടെ. സമയവും സന്ദർഭവും ശരിയല്ല. എന്ത് ചെയ്യാൻ? ഓടാ. അതിങ്ങ് തന്നെ. സുഖമല്ലേ മാഡത്തിന്? ആ സുഖം. പ്രവീണോ? ഓ സുഖം. ഇതാണ് റൂം. സ്ഥിരം റൂം തന്നെ. പ്ലീസ് കം. പ്രവീൺ ഇത് വെച്ചോ. ഓ താങ്ക് യു. പ്രവീൺ ഒന്ന് തടിച്ചോ? കുറച്ച്. മാഡം കുറച്ച് തടിച്ചിട്ടുണ്ട്. മുടങ്ങാതെ ക്ലാസ്സിൽ പോകുന്നില്ലേ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പ്രവീണിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാ ഞാൻ പോയി പതിവ് എടുത്തിട്ട് വരാം. ഇവിടെ അങ്ങോട്ട് നാലാമതിരിക്കുന്ന ക്ലാസ് ചെറുതായിട്ട് പൊട്ടിയതാണ്. അടുത്ത് മാറ്റി വെച്ചാൽ. എടാ ആ അപ്പോൾ അവിടെ അവൻ ആളത്ര ശരിയല്ല കേട്ടോ. എടാ പോടാ, നല്ല തങ്കപ്പെട്ട സ്വഭാവം എൻ്റെത്. എന്തെപ്പോൾ വേണമെന്ന് പറഞ്ഞാലും അപ്പം വാങ്ങിച്ചു തരും. ഇന്നലെ രാത്രി ഒരു പൈൻറ്റ് വേണമെന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പം അവൻ കാശെടുത്തു തന്നു. ആ നിനക്ക് വല്ല നക്കം കിട്ടിയാ പോരെ. എടാ അവൻ ആളത്ര ശരിയല്ലടാ. അണ്ണ ഇവ സംശയ രോഗിയാണ്. സമയത്ത് സംശയം പിന്നെ സംശയിക്കാൻ അവൻ്റെ ഭാര്യയല്ലേ. ആ 2 ലാർജ് ഇട്. നിന്നെ ആ പ്രവീൺ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ വല്ല വേണ്ടതിനും കാണിച്ചോ? ഞാനോ? വേണ്ടതിനോ? ഒന്നും കാണിച്ചില്ലേ? ആ ഞാൻ അവരെ നോക്കിയെന്നുള്ളത് സത്യ. ഏവരെ? അല്ല പുള്ളിക്കാരൻ്റെ കൂടെ 304 പോയി ആ പെൺകുട്ടി. ആ അതാണ് കാര്യം. അവരൊരു നടിയല്ലേ? ആ അവരങ്ങനെ പലതും ആവും. എന്തിനാടാ വെറുതെ ആവശ്യമില്ലാത്തടത്തൊക്കെ നോക്കാൻ എൻ്റെ ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നടീനെ നേരിട്ട് കാണുന്നു. ആ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കണം, ആക്രാന്തം കാണിക്കരുത്. നിനക്ക് കുറച്ച് ക്ലാസിൻ്റെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഒരു പൈൻറ്റുമായിട്ട് റൂമിലോട്ട് വാ. വരൂ.
ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനാവും പാവം. പിന്നല്ലാതെ പിന്നെ എന്തിനിച്ചായ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു? അത് കൊള്ളാം. അതിന്റെ കുട്ടൻസ് എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നീ ആദ്യം ചെന്ന് അതെടുത്ത് വലിച്ചു കുടിക്കേ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിനക്കത് അറിയത്തില്ല അല്ലയോ? എനിക്കെങ്ങനെ അറിയാനാ? അതായത് ത്രേശ്യാമൻ എട്ടേച്ച് പോയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെലവന്മാര് പറഞ്ഞു എനിക്കില്ലതില്ലെന്ന്. ഏത് സ്നേഹം. വെറുതെ അല്ല ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ടി വന്നത്. അതുണ്ടെന്ന് അവന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്താനും ഇത്തിരി ചീത്തപ്പേര് സമ്പാദിക്കാനും വേണ്ടിയാ ആഴ്ചയിൽ ഒരിക്കൽ നിന്നെ പോലുള്ള ഓരോന്നുമായി ഞാൻ ഇവിടെ തങ്ങുന്നത്. പിന്നെ മുറി അടച്ചിട്ട് ഇതിനകത്തിരുന്നാലല്ലേ ചീത്തപ്പേര് കേൾക്കുന്നു. ആ അതാ പറഞ്ഞ നിനക്ക് ബുദ്ധിയില്ലെന്ന്. എടി, ഒരു കാര്യം എത്ര രഹസ്യമായി ചെയ്യുന്നു അത്രയും പരസ്യമായിരിക്കും. എങ്ങനെയുള്ള പരസ്യം? രഹസ്യമായ പരസ്യം. ശരിയായിരിക്കാം. എന്നാൽ എനിക്കും വേണ്ടേ എന്തെങ്കിലും ഒരു നേരം പോക്ക്? ഓ, 365 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന താറാവിനാ പനി. എടേ, ഞാനിതൊന്ന് തീർത്തേച്ചും വരാം.